മോൾക്ക് കിട്ടിയ ഏറ്റവും വലിയ ഭാഗ്യം എന്ന് വെച്ചാൽ ഇവിടെ വന്നതിന് ശേഷം പുറത്ത് കുറേ രാജ്യങ്ങളിൽ പോകാൻ പറ്റി. ദുബായ്, സിംഗപ്പൂർ, പിന്നെ ഡൽഹിയിൽ പോയി, രാഷ്ട്രപതി ഭവനിൽ പോയി രാഷ്ട്രപതിയുടെ കൂടെ നിൽക്കാൻ സാധിച്ചു. ഇതൊക്കെ ഞങ്ങൾക്ക് സ്വപ്നം പോലും കാണാത്ത അവസരങ്ങളാണ് മോൾക്ക് കിട്ടിയിട്ടുള്ളത്. നമസ്കാരം, എൻ്റെ പേര് സുമയ, ഇതെൻ്റെ മകൾ റുക്സാന. ഞങ്ങളിവിടെ വന്നിട്ട് 5 കൊല്ലമാകുന്നു. ആദ്യം മോള് സ്പെഷ്യൽ സ്കൂളിലായിരുന്നു. അവിടെ നിന്ന് ടീച്ചേഴ്സ് പറഞ്ഞിട്ടാണ് ഇങ്ങനെ ഒരു സ്ഥാപനത്തിനെക്കുറിച്ച് അറിയുന്നതും ഇങ്ങോട്ട് വരുന്നതും. മോള് പാട്ട് പാടുമായിരുന്നു ആദ്യം, മ്യൂസിക്കിൻ്റെ സെക്ഷനിലാണ്. പിന്നെ വയലിൻ പഠിക്കുന്നുണ്ടായിരുന്നു. ഇപ്പോൾ കുറേ പാട്ടുകൾ വയലിൻ വായിക്കുന്നുണ്ട്. ആദ്യം വയലിൻ ഒരു ടഫ് ഇൻസ്ട്രുമെൻ്റാണ്. ആദ്യം പഠിപ്പിച്ചെടുക്കാൻ വല്ലാതെ ബുദ്ധിമുട്ടി. പിന്നെ ആദ്യം ഞാൻ കരുതിയത് ഞാനില്ലാതെ പറ്റത്തില്ല എന്നുള്ള ഒരു ഇതാണ് എൻ്റെ ഉള്ളിൽ. പക്ഷേ അവൾ തനിയെ പോകുന്നത്, സാറിനൊപ്പം പോകുന്നു, 3-4 ദിവസം അവിടെ നിൽക്കുന്നു, വരുന്നു. സ്പെഷ്യൽ ടീച്ചേഴ്സൊക്കെ കൂടെയുണ്ട്. എന്നാലും ആ ഒരു ടെൻഷൻ ഇപ്പോൾ ഇല്ല. ഇപ്പോൾ ഇവിടെയും ചിത്രയിൽ ഇടയ്ക്ക് ശ്രീ ചിത്രയിൽ ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നു, നിശാഗന്ധിയിൽ. അങ്ങനെ കുറേ ഇവിടെയും പ്രോഗ്രാമൊക്കെ കിട്ടുന്നുണ്ട്. അങ്ങനെ മോൾ പോയി പെർഫോം ചെയ്യുന്നുമുണ്ട്. അപ്പോൾ ഇതിലൊക്കെ മോൾക്ക് വളരെ സന്തോഷമാണ്. ഇത് ഓരോ പെർഫോമൻസ് കഴിയുമ്പോഴും ഇമ്പ്രൂവ്മെൻറ്റ് കൂടുകയാണ് ചെയ്യുന്നത്. സ്പീച്ചിലാവട്ടെ, വയലിനാവട്ടെ, പാട്ട് ഇവിടെ വന്ന് ഓരോരോ പുതിയ പാട്ടുകൾ വരുമ്പോഴും അവർക്ക് അത് പഠിച്ച് ഇവിടെ പാടണമെന്നുള്ളൊരു താല്പര്യം കാണിക്കുന്നുണ്ട്. പിന്നെ അതിലൂടെ തന്നെ സ്പീച്ച് വളരെ ഇമ്പ്രൂവ്മെൻ്റ് ആണ് കണ്ടത്. ഇവിടെ നിറച്ച് ഫ്രണ്ട്സ് ഉണ്ട്. അവർക്ക് ഒരു ദിവസം ഇവിടെ വന്ന് കണ്ടില്ലെങ്കിലും വല്ലാത്ത വിഷമമാണ്. വീട്ടിലിരിക്കാൻ താല്പര്യമില്ല. എല്ലാ ദിവസവും ഇങ്ങോട്ട് വരണമെന്ന് തന്നെയാണ്. പിന്നെ മോൾക്ക് കിട്ടിയ ഏറ്റവും വലിയ ഭാഗ്യം എന്ന് വെച്ചാൽ അവൾക്ക് പുറത്ത് പോകാനൊക്കെ പറ്റി. സാറിൻ്റെ ഒപ്പം ദുബായിൽ, സിംഗപ്പൂർ, രാഷ്ട്രപതി ഭവനിൽ, ഡൽഹി പോയി രാഷ്ട്രപതിയുടെ കൂടെ നിന്ന് അതൊക്കെ നമുക്ക് സ്വപ്നം പോലും കാണാൻ പറ്റാത്ത ഒരു അനുഭവമാണ്. ആദ്യമൊക്കെ കൂടെ അമ്മമാരിവിടെ വന്ന് വെറുതെ ഇരിക്കുമായിരുന്നു. ഇപ്പോൾ ഞങ്ങൾക്ക് കരിസ്മ എന്നുള്ളൊരു യൂണിറ്റ് ഉണ്ട്. അവിടെ അമ്മമാരുടെ കഴിവിനനുസരിച്ച് കുറേ വർക്ക് ചെയ്യാനുണ്ട്. ഓരോരോ പ്രോഡക്റ്റ് ഉണ്ട് അവിടെ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞങ്ങൾ രാവിലെ വന്ന് വൈകുന്നേരം വരെ അവിടെ ഞങ്ങൾ ഓരോരോ ജോലികളിൽ ഏർപ്പെട്ടിരിക്കുന്നുണ്ട്. അവിടെ 15 ഷോപ്പുണ്ട്. അതിലത് സെയിൽ ചെയ്യുന്നുണ്ട്. അതൊരു ഇൻകം കൂടിയാണ് അമ്മമാർക്ക്.